ആരാണിത്? ഇതാരാണിത്? ഏത് ആരൊക്കെയാണ് ആരൊക്കെയാണ്? എന്തൊക്കെയാണ് പേര്? ഇന്ന് എനിക്കൊരു നല്ല കണ്ടപരിചയം. ഇന്നലെ വന്നിരുന്നു. ഏതായിരുന്നു ഐറ്റം? മറന്നുപോയി. മാപ്പിളപ്പാട്ട്. ഇന്ന് എങ്ങനെ ഉണ്ടായിരുന്നു? ഏതായിരുന്നു ഐറ്റം? വീണ്ടും ഒരു കഥാപ്രസംഗം നമ്മൾ കേൾക്കാൻ പോവാണ്. 4 പേരല്ലേ? എങ്ങനെ റിസൾട്ട് വന്നോ? എ ഗ്രേഡ്. അമ്പോ. ഏത് ജില്ലനെ റെപ്രസെന്റ് ചെയ്ത്? എറണാകുളം. എന്താണ് നിങ്ങളുടെ കഥ? ഞങ്ങളുടെ കഥ ഹിറ്റ്ലർ ഒരു കോൺസെൻട്രേഷൻ ക്യാമ്പ് നടത്തിയിട്ട് അന്നത്തെ കുട്ടികളെ രക്ഷിക്കണതായിരുന്നു കഥ. ഓ, വലിയ കഥ കേട്ടോ. മനസ്സിലായ? എനിക്ക് മനസ്സിലായില്ല. സ്കൂളിൽ പഠിക്കുമ്പോ ശ്രദ്ധിച്ചിട്ടില്ല. അതാണ്. ആരാ ഇതിനകത്ത് കഥ പറയുന്നേ? ഞാൻ വലിയ സംഭവമാണ് കേട്ടോ. ഇന്നലെ മാപ്പിളപ്പാട്ട്, ഇന്ന് കഥാപ്രസംഗം ഉണ്ടായിരുന്നു. അതെ, അപ്പൊ നമുക്ക് കഥയിലേക്ക് പോയാലോ? കുറച്ച് ഭാഗങ്ങൾ കഥയിലേക്ക് പോവാം അല്ലേ? റെഡിയാണോ? നിങ്ങളൊക്കെ ഏതൊക്കെ ഇൻസ്ട്രുമെന്റ് കൈകാര്യം ചെയ്യും? ഇൻസ്ട്രുമെന്റ്സ് സിംബൽ, തബല, ഹാർമോണിയം. അമ്പോ. ശരി, അപ്പൊ എന്തായാലും റെഡി? മൈക്ക്. സ്നേഹമുള്ള മാതാപിതാക്കളെ, പ്രിയ കലാസ്നേഹികളെ, എല്ലാവർക്കും എൻ്റെ സ്നേഹാഭിവാദ്യങ്ങൾ. എരിയുന്ന കനലുകളുടെ ലോകം, അകത്തു കടക്കാനാവാത്ത തീക്ഷ്ണമായ ചൂട്, പ്രവേശിച്ചാലോ മരണം സുനിശ്ചിതം. അത്തരമൊരിടത്തിൽ പ്രവേശിക്കുകയും അതിസാഹസികമായ കർമ്മം അനുഷ്ഠിക്കുകയും ചെയ്ത ഒരാൾ ഈ ലോകത്ത് ജീവിച്ചിരുന്നു. അരീന സെൻഡ്ലർ. ഒരു കഥ പറയാം, ചരിത്രമെഴുതിയ കഥ പറയാം, മനുഷ്യമോചന ഗീതികൾ പാടി കരുണ നിറഞ്ഞൊരു കഥ പറയാം. അരീന. കഥയുടെ പേര് തീക്കനൽ തുരുത്ത്. കഥ നടക്കുന്നത് യുദ്ധം പിച്ചിച്ചീന്തിയ പോളണ്ട് നഗരത്തിലാണ്. അതെ, അക്രമത്തിന്റെ ഭീതി നേളിക്കുന്ന പോളണ്ട്. ഈ രാജ്യത്തെ ആക്രമിച്ചുകൊണ്ടാണല്ലോ ജർമ്മനി 2ാം ലോക മഹായുദ്ധത്തിന്റെ തുടക്കം കുറിച്ചത്. അതിന് നായകത്വം വഹിച്ചതോ? അതെ, ലോകം മറക്കാത്തൊരു ഏകാധിപതി ഹിറ്റ്ലർ, അഡോൾഫ് ഹിറ്റ്ലർ. അയാളുടെ വിരോധികളായിരുന്നു യഹൂദർ, കമ്മ്യൂണിസ്റ്റുകൾ, ക്രിസ്ത്യാനികൾ, പ്രൊട്ടസ്റ്റന്റുകൾ. അവരെല്ലാം അയാളുടെ തടവറയിൽ അകപ്പെട്ടു. ഒരു കിരാതയുഗത്തിനാണ് ഹിറ്റ്ലർ പ്രാരംഭം കുറിച്ചത്. അത്തരം ദുരന്തം പേറിയ രാജ്യങ്ങളിൽ ഒന്നാണ് പോളണ്ട്. അവിടെ വാഴ്സ എന്ന നഗരത്തിൽ ഒരു കത്തോലിക്ക കുടുംബത്തിൽ പിറന്നവളാണ് സുന്ദരിയായ അരീന. വിടർന്ന പനി നീർദളങ്ങൾ കവിളിൽ വിലോലമാന്നുണക്കുഴികൾ, നീണ്ടിടം പെട്ട ആ നീലമിഴികളിൽ നീലാകാശവും താരകളും. ആരാണ് ഈ അടിപൊളി കഥാപ്രസംഗം ചിട്ടപ്പെടുത്തിയത്? ആരാ? ഞാൻ ഇടക്കൊച്ചി സലീകുമാർ സാറിന്റെ ശിഷ്യയാണ്. ഓക്കെ, അപ്പൊ എന്തായാലും ഒരു അടിപൊളി പെർഫോമൻസ് അല്ലേ? ഇത് ഫസ്റ്റ് ടൈം ആണോ സ്റ്റേറ്റ് കലോത്സവത്തിൽ? സ്റ്റേറ്റിലെ കഥാപ്രസംഗം ഫസ്റ്റ് ടൈമാണ്. ഞാൻ 9ാം ക്ലാസ് മുതൽ പഠിക്കുന്നുണ്ട്. കുട്ടിക്ക് തന്നെ പരിപാടി. അതെ, വന്നപ്പോ തന്നെ എ ഗ്രേഡ്. അതെ, അപ്പൊ എന്തായാലും ഈ 4 പേർക്ക് നമ്മുടെ ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ നൽകുന്ന ഒരു സ്നേഹോപഹാരമുണ്ട്. കൈയടിച്ചോ. നിങ്ങളെന്താ കൈയടിക്കുക? എല്ലാവരും കൈയടിച്ചോ? യെസ്. കൈയടി നമ്മൾ ചോദിച്ചു പഠിക്കുന്നതായിരിക്കും. അപ്പം എന്തായാലും കൺഗ്രാറ്റുലേഷൻസ്. അപ്പോൾ ഇനി വല്ല പെർഫോമൻസ് ബാക്കിയുണ്ടോ? ഇല്ല, ഇനി കഴിഞ്ഞു. പെർഫോമൻസിനൊക്കെ എ ഗ്രേഡ് തൂക്കിയിട്ട്. അതന്നെ. അല്ല, ഈ കൂട്ടത്തിൽ വേറെ ആരെങ്കിലും പാട്ട് പാടോ? നിങ്ങൾ ഇൻസ്ട്രുമെന്റ് മാത്രമേ വായിക്കത്തുള്ളൂ, പാട്ട് പാടില്ല? അങ്ങനെയുള്ള സുഖമില്ലല്ലേ? ഓക്കെ, ഞങ്ങളൊന്ന് ജീവിച്ചോക്കോട്ടെ എന്നുള്ള മൈൻഡ്. ഓക്കെ, അപ്പം എന്തായാലും താങ്ക് യു, ബൈ, ടാറ്റ. താങ്ക് യു സോ മച്ച്.